കർശനമായ മലിനീകരണ മാനദണ്ഡങ്ങളും വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥാ അവബോധവും കാരണം താങ്ങാനാവുന്ന വിലയിൽ ഡീസൽ കാറുകളുടെ വിഭാഗം ക്രമേണ ചുരുങ്ങി വരികയാണ്. പക്ഷേ ഡീസൽ കാറുകൾ ഇപ്പോഴും ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പല നിർമ്മാതാക്കളും പെട്രോൾ, ഹൈബ്രിഡ് ഓപ്ഷനുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിലും മഹീന്ദ്ര, ടാറ്റ മോട്ടോഴ്സ്, കിയ തുടങ്ങിയ ബ്രാൻഡുകൾ ഒന്നിലധികം സെഗ്മെന്റുകളിലായി താങ്ങാനാവുന്ന വിലയിൽ ഡീസൽ വാഹനങ്ങളുടെ ഒരു ശ്രേണിയിലൂടെ ഈ ആവശ്യം നിറവേറ്റുന്നത് തുടരുന്നുണ്ട്. 2025 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും താങ്ങാനാവുന്ന മികച്ച ഡീസൽ കാറുകൾ ഏതൊക്കെയെന്ന് നോക്കാം. മഹീന്ദ്ര ബൊലേറോ MHOG 75 ഡീസൽ എഞ്ചിനിൽ മാത്രം ലഭ്യമായ വിപണിയിലെ ഏറ്റവും ഉപയോഗപ്രദമായ വാഹനമാണ് മഹീന്ദ്ര ബൊലേറോ. 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന 1.5 ലിറ്റർ എഞ്ചിൻ 75 bhp കരുത്തും 210 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. സൗന്ദര്യവർദ്ധക മാറ്റങ്ങളും ഫീച്ചർ അപ്ഗ്രേഡുകളും നടത്തി മഹീന്ദ്ര അടുത്തിടെ ബൊലേറോയിൽ ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. ഇതിൽ പുതുക്കിയ ഗ്രില്ല്, ഡയമണ്ട് കട്ട് അലോയ്കൾ, ഉയർന്ന വേരിയന്റുകളിൽ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ്, മെച്ചപ്പെടുത്തിയ കുഷനിംഗ് ഉള്ള നവീകരിച്ച ഇന്റീരിയർ അപ്ഹോൾസ്റ്ററി എന്നിവയും ഉൾപ്പെടുന്നു. അടുത്തത് ടാറ്റ ഓൾട്രോസ് ആണ്. പ്യൂർ വേരിയന്റ് മുതൽ ഡീസൽ എഞ്ചിൻ വാഗ്ദാനം ചെയ്യുന്ന ഇന്ത്യയിലെ ഏക ഹാച്ച്ബാക്ക് ആണ് ഓൾട്രോസ്. 5 സ്പീഡ് MT ഗിയർ ബോക്സുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 1.5 ലിറ്റർ എഞ്ചിനാണ് ഇതിന് കരുത്തു പകരുന്നത്. ഇത് മുൻ ചക്രങ്ങളിലേക്ക് 90 bhp കരുത്തും 200 Nm ടോർക്കും നൽകുന്നു. ഈ വർഷം ആദ്യം പുറത്തിറക്കിയ വാഹനത്തിന്റെ ഫേസ് ലിഫ്റ്റിൽ ഡ്യുവൽ 10.2 ഇഞ്ച് ഡിസ്പ്ലേകൾ, 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, സിംഗിൾ പെയിൻ സൺറൂഫ്, പുതിയ അപ്ഹോൾസ്റ്ററി, അപ്ഡേറ്റ് ചെയ്ത ആംബിയന്റ് ലൈറ്റിംഗ് എന്നിവയുൾപ്പെടെ നിരവധി ഡിസൈൻ മാറ്റങ്ങളും ഫീച്ചർ അപ്ഗ്രേഡുകളും നൽകുന്നുണ്ട്. മഹീന്ദ്ര ബൊലേറോ നിയോ സാധാരണ ബൊലേറോയുടെ അതേ കരുത്തുറ്റ പാക്കേജാണ് ബൊലേറോ നിയോയിലുള്ളത്. എന്നാൽ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ലാഡർ ഫ്രെയിം RWD ഡീസൽ SUV തേടുന്ന സിറ്റിയിലെ ഉപയോക്താക്കൾക്ക് പ്രീമിയം പാക്കേജിൽ വാഹനം ലഭിക്കുന്നതായിരിക്കും. 5 സ്പീഡ് MT വഴി 100 bhp കരുത്തും 260 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഡീസൽ പവർ ട്രെയിൻ മാത്രമാണിത് വാഗ്ദാനം ചെയ്യുന്നത്. സമീപകാല ഫേസ് ലിഫ്റ്റിലൂടെ പരിഷ്കരിച്ച ഫ്രണ്ട് ഗ്രിൽ, 16 ഇഞ്ച് അലോയ് വീലുകളുള്ള ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനുകൾ, പുതിയ നിറങ്ങളുള്ള അപ്ഡേറ്റ് ചെയ്ത ഇന്റീരിയറുകൾ, മെച്ചപ്പെട്ട സീറ്റ് കുഷനിംഗ്, പുതിയ 8.9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ്, USB-C ചാർജിംഗ് പോർട്ട്, റെഡ് ഫ്ലോ സസ്പെൻഷൻ സാങ്കേതികവിദ്യ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. മഹീന്ദ്ര XUV 3XO MX2 വേരിയന്റ് മുതൽ 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനോടെയാണ് XUV 3XO വരുന്നത്. 6 സ്പീഡ് MT അല്ലെങ്കിൽ AMT വഴി 115 bhp കരുത്തും 300 Nm ടോർക്കും ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. XUV 300ന്റെ പിൻഗാമിയാണിത്. മഹീന്ദ്രയിൽ നിന്നുള്ള ഒരേയൊരു സബ് 4 മീറ്റർ ഓഫറാണിത്. ബോൾഡ് ഡിസൈനും സാങ്കേതിക വിദ്യയിൽ സമ്പന്നമായ ഇന്റീരിയറും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 10.2 ഇഞ്ച് ഡിജിറ്റൽ ഡിസ്പ്ലേകൾ, റിയർ വെന്റുകളുള്ള ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, വയർലെസ് ചാർജിംഗ്, പനോരമിക് സൺറൂഫ്, ഹർമൻ കാർഡൻ സൗണ്ട് സിസ്റ്റം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കിയ സോനെറ്റ് ദക്ഷിണ കൊറിയൻ കാർ നിർമ്മാതാക്കളിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സബ് 4 മീറ്റർ ഓഫറാണ് കിയ സോനെറ്റ്. കൂടാതെ ഇത് HTE ഓപ്ഷണൽ വേരിയന്റ് മുതൽ ഡീസൽ എഞ്ചിൻ വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ യൂണിറ്റ് 114 bhp കരുത്തും 250 Nm പീക്ക് ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. കൂടാതെ ST എക്സ്ട്രീം മുതൽ ലഭ്യമായ 6 സ്പീഡ് AT ഉൾപ്പെടെ 3 ഗിയർ ബോക്സ് ഓപ്ഷനുകളുമായി ഇത് ജോഡിയാക്കാം. സെഗ്മെന്റിലെ മുൻനിര വാഹനങ്ങളിൽ ഒന്നുകൂടിയാണ് സോനെറ്റ്. കൂടാതെ ഇന്ത്യയിലെ കിയയുടെ വിൽപ്പനയുടെ വലിയൊരു പങ്കും വഹിക്കുന്നുണ്ട്. 2024 ഒരു പ്രധാന ഫേസ് ലിഫ്റ്റോടെ ഇത് അപ്ഡേറ്റ് ചെയ്തിരുന്നു. 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് ടച്ച് സ്ക്രീൻ, വയർലെസ് ചാർജിംഗ്, വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, സൺറൂഫ് എന്നിവയും ലഭിക്കുന്നുണ്ട്.